ഈ ഫ്ലോറിങ്ങിൻ്റെ പേരാണ് VDF. ഡാമേജും പ്ലസ് ഇത് നല്ല കടുപ്പത്തിൽ സിമെൻറ്റ് ഇട്ട് ചെയ്ത ഒരു കാര്യം ഉണ്ടായില്ല. VDF ചെയ്തതാണ്. കണ്ട ഈ VDF ചെയ്തപ്പോൾ ക്രാക്ക് വീണണ്ട. യെസ്, സുരഭി ഫ്രീ ഫ്ലോറിംഗ് സൊല്യൂഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പുതിയൊരു ഫ്ലോറിംഗ് ആണ്. നിങ്ങളത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഈ ഫ്ലോറിങ്ങിൻ്റെ പേരാണ് VDF, വാക്യൂം ഡി വാട്ടർ ഫ്ലോറിംഗ്. VDF. ഓക്കെ, ഈ ഫ്ലോറിങ്ങിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഈ ഫ്ലോറിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ടൈൽസിന് പകരം വേണ്ടി ചെയ്യാം, വെയർഹൗസുകൾ ചെയ്യണം, ട്രോളി ഓടുന്നത്, ഹെവി ട്രാഫിക് ഉള്ളിടത്ത് ചെയ്യുന്ന ഒരു കോൺക്രീറ്റ് മെത്തേഡാണ്. നമുക്ക് ഫ്ലോർ പർപ്പസ്, നമുക്ക് ടൈലിൻ്റെ പർപ്പസ് ഇല്ല, നമുക്ക് ഇല്ലാതെ ചെയ്യാവുന്നതും കോസ്റ്റ് കുറച്ച് ചെയ്യാവുന്ന രീതിയിലാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഈ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത്, ഇത് കോൺക്രീറ്റ് ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക് ഷീറ്റ് നിർബന്ധമായിട്ട് താഴെയിട്ടിരിക്കണം. ഇത് പ്ലാസ്റ്റിക് ഷീറ്റാണ്, അറിയാലോ. പ്ലാസ്റ്റിക് ഷീറ്റ് ഇടാതെ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടതിന് ശേഷമാണ് ഈ കോൺക്രീറ്റ് ചെയ്യേണ്ടത്. പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് കമ്പി കെട്ടി കോൺക്രീറ്റ് ചെയ്ത് ഈ കോൺക്രീറ്റ് ചെയ്യുന്നത് നമ്മൾ സാധാരണ പോലെ പണ്ട് പോലെ സിമെൻറ്റ് മിക്സ് ചെയ്ത് ഇതെല്ലാം അൾട്രാടെക്കിൻ്റെ റെഡി മിക്സ് വന്നിരിക്കുന്നത്. റെഡി മിക്സിലാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാം ഹെവി ക്വാളിറ്റിയാണ്. കാരണം ആഫ്റ്റർ കംപ്ലൈൻറ്റ് വരാൻ പാടില്ല അൾട്രാടെക്കിൻ്റെ. അപ്പോൾ ഈ കോൺക്രീറ്റിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കമ്പിയായിട്ട് കോൺക്രീറ്റ് ഇത് കഴിഞ്ഞിട്ട് ഇത് ഇപ്പോൾ നമ്മൾ കുറച്ച് പോർഷൻ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ റീസെറ്റ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് VDFൻ്റെ പൊടിയുണ്ട്. ആ പൊടിയിട്ട് ഇതിന് വെള്ളം വലിച്ചു കളയും. ഭയങ്കര ഡ്രൈ ആവും. കാരണം ഞാൻ ഇതിനേക്കാളും മുമ്പ് ഇത് ചെയ്തപ്പോൾ ഇങ്ങനെ പർപ്പസ് പറഞ്ഞപ്പോൾ നമ്മുടെ ഇവിടെയുള്ള പഴയ കോൺട്രാക്ട് എഞ്ചിനീയേഴ്സൊക്കെ എന്നോട് പറഞ്ഞു ഇത് ആവശ്യമില്ല, നമ്മൾ ഹെവി ഡ്യൂട്ടിയിൽ സിമെൻറ്റ് കെട്ടി ചെയ്താൽ മതി, നിൽക്കില്ല. കാരണം അത് ഞാൻ ഇത് കഴിയുമ്പോൾ എനിക്കുണ്ടായ ലോസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എനിക്കുണ്ടായ ലോസുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എനിക്ക് കണ്ടമാനം ലോസുകൾ വന്നിട്ടുണ്ട് മുൻകാലങ്ങളിൽ. 10 വർഷം 5 വർഷം മുമ്പ് ചെയ്തപ്പോൾ ഉണ്ടായ ലോസുകൾ. ഈ ലോസുകൾ നിങ്ങൾക്ക് വരാതിരിക്കാനാണ് ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ കേട്ടോ, ഇതിന് ചാനൽ ചെയ്യുന്നുണ്ടോ? ചാനൽ ഇത് ലെവൽ ചെയ്തിരിക്കുന്നുണ്ടോ? അതുമാതിരി 1, 2, 3 ചാനൽ കൊടുത്തിട്ടുണ്ട്. ഇത് 2 പർപ്പസാണ്. ഒന്ന് വളരെ കറക്റ്റായിട്ട് ലെവലിൽ കോൺക്രീറ്റ് ചെയ്യാനും, പിന്നെ കോൺക്രീറ്റ് ലെവൽ ചെയ്യുന്ന മെഷീൻ ഉണ്ട്. കറക്റ്റ് വാട്ടർ ലെവലിൽ. പണ്ട് നമ്മൾ ഈ കൊലശ്ശേരി കൊണ്ട് ഉരച്ചൊക്കെ ചെയ്താൽ ചുവാവില്ല. കാരണം അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ വളരെ പെർഫെക്റ്റ് ആയിരിക്കും. അതിനുള്ള പ്രോസസ്സിങ് പ്രൊഡക്റ്റാണ് ഇത്. ഇത് വൈബ്രേറ്റ് മോൾഡാണ്. ഈ വൈബ്രേറ്റ് മോൾഡിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും, പിന്നെ പ്രഷർ കിട്ടും, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരിക്കും, ലെവലും കിട്ടും, വാട്ടർ ലെവലാണ്. വളരെ പെർഫെക്റ്റ് ആയിരിക്കും. കാരണം വെച്ചാൽ അതിൻ്റെ ലെവൽ കണ്ട, പിന്നെ വൈബ്രേഷൻ കിട്ടും, എല്ലാം കിട്ടും. ഇത് അൾട്രാടെക്കിൻ്റെ റെഡി മിക്സ് ആണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് കോൺക്രീറ്റ് വരും. പിന്നെ അവരുടെ ഐറ്റങ്ങളാണ് ഇതൊക്കെ. അവർ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതൊക്കെ ചെയ്ത അവരുടെ വർക്കേഴ്സ് കുറേ സപ്പോർട്ടിങ് അവരുടെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. യെസ്, ഈ അൾട്രാടെക്കിൻ്റെ റെഡി മിക്സ് വെഹിക്കിളാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് 5000 സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ 4 മണിക്കൂർ മതി. 4 അവർ 4 മണിക്കൂർ കൊണ്ട് കോൺക്രീറ്റ് തരും. 4 മണിക്കൂർ മതി. അപ്പോൾ ഈ ഇപ്പം ഇന്ന് രാവിലെ ഏകദേശം 10-11 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ അൾട്രാടെക് പോലെ റെഡി മിക്സ് വെഹിക്കിൾ വരാണെങ്കിൽ ഇപ്പോൾ തന്നെ പകുതി കഴിഞ്ഞു. ഇത് 5000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഫ്ലോറാണ്. പകുതി കോൺക്രീറ്റ് ഇപ്പോൾ തന്നെ കഴിഞ്ഞു. നമ്മൾ ഫ്ലോർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടിയിലേക്ക് വെള്ളം പോയി നമുക്ക് വീണ്ടുമുള്ള ഇത് വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ ഇത് ഏതാണ്ട് 11 മണി ആയപ്പോഴേക്കും നമ്മുടെ വർക്കുകൾ ഏതാണ്ട് തീർന്നു. പിന്നെ ഒരു 2 മണിക്കൂർ കൊണ്ട് ഇത് തീരും. ഇനി അടുത്ത ഡിവിഷനാണ് ഡി വാട്ടർ കോൺക്രീറ്റ് ഡിവിഷൻ. അത് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. ഇനിയും അടുത്ത കോൺക്രീറ്റ് ചെയ്യുന്ന ദിവസം തന്നെ ചെയ്യണം. കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് ശ്രദ്ധിക്കണം.
കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ ചെയ്യാൻ സാധിക്കാത്ത ഒരു പ്രൊഡക്റ്റാണ്. ഈ മെഷീൻ കൊണ്ടാണ് നമ്മൾ VDF ചെയ്യുന്നത്. ഈ മെഷീൻ വേണം, കാരണം ഇതിൽ നിന്ന് വെള്ളം, നമ്മൾ അടിയിലുള്ള വെള്ളം മുകളിലേക്ക് പുറത്തായിട്ട് എടുത്ത് കളഞ്ഞ് നമ്മൾ അതിനു വേണ്ടി ചെയ്യുന്ന ഒരു പൊടിയാണ്. ഈ പൊടി വിതർമയാണ് അടിയിൽ നിന്ന് വെള്ളം മുകളിലേക്ക് വലിച്ചെടുക്കുന്നത്. വലിച്ചെടുത്തതിന് ശേഷമാണ് ഈ ഫ്ലോറിങ് ചെയ്യുന്നത്. ഇത് ഇപ്പോഴത്തെ എല്ലാ വെയർഹൗസുകളിലും എല്ലാ ഹെവി ട്രാഫിക്കിലും നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു ഫ്ലോറിംഗ് ആണ്. കാരണം ഈ ഫ്ലോറിങ് ചെയ്യാൻ 2 ഗുണമുണ്ട്. നമുക്ക് പൊടികൾ വരില്ല, പൊടി ഉണ്ടാവില്ല. നമ്മൾ സാധാ കോൺക്രീറ്റ് ചെയ്ത ഗ്രാജുവലി പൊടി വരും, ഇത് വരില്ല. അപ്പോൾ ഇത് നമുക്ക് അടുത്ത പ്രോസസ്സാണിത്. ഇതിനേക്കാളും മുമ്പ് എന്നോട് ഹെവി ഡ്യൂട്ടിയിലായിട്ട് കമ്പി കെട്ടി കോൺക്രീറ്റ് ചെയ്താൽ മതി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത കുറച്ച് സ്ഥലങ്ങളുണ്ട്, കാണിച്ചു തരാം. എനിക്കുണ്ടായ ലോസ്, അതിനുശേഷം അത് മാറ്റിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ സംഭവം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിന് വിരിച്ച് കട്ട് ചെയ്യണം. പിന്നെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് ശേഷം പറഞ്ഞുതരാം. നമുക്ക് ആദ്യം ഡാമേജ് ഉണ്ടായത് നമുക്ക് നോക്കാം. വാ, ഞങ്ങളുടെ പഴയ മെത്തേഡ് ഒരു റാമ്പ് ഉണ്ടാക്കിയത്. ഈ റാമ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചതാണ് നമുക്ക് ഇവിടെ VDF നമുക്ക് ചെയ്യാം, നമുക്ക് ഈ കോൺക്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ കോൺട്രാക്ടർ ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഹാർഡായിട്ട് കമ്പി കെട്ടി കോൺക്രീറ്റ് അത് ഒരിക്കലും പോകില്ല എന്ന് പറഞ്ഞു. ഞാൻ അത് പ്രകാരം ചെയ്തു. പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല, പിറ്റേ ദിവസം എല്ലാം പോയി. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കേട്ടോ, ഡാമേജ് വന്നുണ്ടോ? ഡാമേജും പ്ലസ് ഇത് നല്ല കടുപ്പത്തിൽ സിമെൻറ്റ് ഇട്ട് ചെയ്താൽ ഒരു കാര്യം ഉണ്ടായില്ല, എല്ലാം ക്രാക്കായി പോയി. ഡാമേജ് വന്നു. ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. കോൺക്രീറ്റ് എന്ന് പറയുന്നത് ക്രാക്ക് വീഴും. നിങ്ങൾ ശ്രദ്ധിക്കുക, കോൺക്രീറ്റ് ക്രാക്ക് വീഴും. നമ്മൾ VDF ചെയ്തില്ലെങ്കിൽ നമുക്ക് ക്രാക്ക് വീഴും. ഒന്ന്. രണ്ടാമത് പൊടി ഉണ്ടാവും. നമുക്കിങ്ങനെ ഹെവി ഡ്യൂട്ടി ട്രോളി കൊണ്ടാൽ മതി. ഇതൊക്കെ പോയി. എന്നിട്ട് എന്താ, വീണ്ടും ഞാൻ ഈ കോൺക്രീറ്റിൻ്റെ കാശ് മുടക്കി ഷീറ്റ് വാങ്ങിച്ചിട്ടാണ് ഈ ഷീറ്റ് ഇട്ടിട്ടാണ് ഇത് ഓടിക്കുന്നത്. അപ്പോൾ ഈ ഷീറ്റ് വാങ്ങിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ചെയ്തത്. അപ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കുക, എനിക്ക് വരുന്ന ലോസുകൾ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഇതൊന്നും എൻ്റെ നിന്ന് വാങ്ങിക്കാനോ എവിടെ വന്ന് എടുക്കാനോ ഒന്നുമല്ല. നിങ്ങൾക്കിത് ഗൂഗിളിൽ അടിച്ചത് എവിടെ കിട്ടുന്നതിൻ്റെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും എല്ലാം തിരിച്ചറിയാം. നിങ്ങൾ അത് പ്രകാരം ചെയ്യുക, അല്ലെങ്കിൽ അതിനുള്ള ആളെ കണ്ടെത്തുക, ചെയ്യുക. ഓക്കെ, ഞാൻ എനിക്കുണ്ടാവുന്ന ലോസ് നിങ്ങൾക്ക് ഉണ്ടാവരുത് മാത്രം ആഗ്രഹിച്ച് ചെയ്യുന്ന. ഇനി രണ്ടാമത്തെ കാര്യം പറയാം. ഇത് ഞാൻ VDF ചെയ്തതാണ്. കണ്ട, ഈ VDF ചെയ്തപ്പോൾ ക്രാക്ക് വീണുണ്ടോ? ഇതിന് കാരണം എന്തുണ്ടായിരുന്നു നമ്മ, ഇതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനത്തെ ഹെവി ഡ്യൂട്ടി ട്രോളി പോകണം. നോക്കൂ, ഈ ട്രോളി നോക്കൂ, കണ്ടോ? ഈ ട്രോളിയിൽ നമ്മൾ മെറ്റീരിയൽ കയറ്റി വെച്ച് കൊണ്ടുപോകണം. മെറ്റീരിയൽ വെച്ച് ഇതിലിപ്പോൾ ടൈലൊക്കെ നമ്മൾ വെച്ചിട്ടാണ് ഈ സാധനം ഉണ്ടായി, ഈ ഡിവാർഡ് കോൺക്രീറ്റ്. ഇത് ക്രാക്ക് വീഴുന്നു. ഈ ക്രാക്ക് വീഴുന്നതിൻ്റെ കാരണം ഇനി അടുത്ത് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് ഷീറ്റ് ഇടാതെയാണ് ഇവർ കോൺക്രീറ്റ് ചെയ്തത്. ഷീറ്റ് ഇട്ടില്ല, കമ്പി കെട്ടിയില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഷീറ്റ് കെട്ടിയില്ല, കമ്പി കെട്ടിയില്ല. ആ രണ്ടും ചെയ്യാത്തതുകൊണ്ട് നമുക്കിവിടെ ക്രാക്കുകൾ വീണാൻ തുടങ്ങി. പിന്നെ നമുക്കിത് ഓരോ 1 മീറ്റർ 2 മീറ്ററിൽ ഇത് കട്ട് ചെയ്ത് സ്പേസർ ഇടണം. ബ്രേക്ക് ജോയിൻറ്റ് പോലെ ഇതേമാതിരി കട്ട് ചെയ്യണം. നമ്മൾ മെഷീൻ കൊണ്ടുവന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് ഓരോ മീറ്ററിൽ കൃത്യമായിട്ട് കട്ട് ചെയ്തില്ലെങ്കിൽ അതിൽ നമുക്ക് ഈ ഇതുമാതിരി ബ്രേക്ക് ജോയിൻറ്റ്, അതായത് എക്സ്പാൻഷൻ ജോയിൻറ്റ് വരുമ്പോൾ ക്രാക്ക് വീഴും. ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മളിപ്പോൾ ഇത് പഴയ മെത്തേഡാണ്, ഞാൻ നിങ്ങളോട് ലിങ്കിൽ ലോസ് വന്ന കാര്യമാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. ഇനി ഞാൻ പുതിയത് ചെയ്യുന്നുണ്ട്. പുതിയതിൻ്റെ ബാക്കി എങ്ങനെ ചെയ്യുന്ന വർക്കുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞു. നമ്മുടെ ഈ കോൺക്രീറ്റിൻ്റെ പ്രത്യേകത ഉണ്ട്. നമ്മുടെ കോൺക്രീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അൾട്രാടെക്കിൻ്റെ റെഡിമിക്സ് കോൺക്രീറ്റിന് വെള്ളം വളരെ കുറവായിരിക്കും. വെള്ളം കുറയുമ്പോഴാണ് നമുക്കിവിടെ എല്ലാ മലയാളിയുടെ ഒരു കൺസെപ്റ്റിൽ വെള്ളം കൂടുമ്പോൾ സ്ട്രോങ് ആവും. വെള്ളം കൂടുമ്പോൾ സ്ട്രോങ് ആവില്ല. വളരെ വെള്ളം കുറച്ചാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഭയങ്കര ഡ്രൈ ആയിരിക്കും. ആ വെള്ളം കുറച്ച് കൊണ്ടുവരാം. എപ്പോഴും വെള്ളം ആവശ്യത്തിനേ വെള്ളം പാടുള്ളൂ. അപ്പോൾ ഈ വെള്ളം കുറച്ച് കഴിയുമ്പോൾ ഇതാണ് നമ്മൾ ഇതിന് വെക്കുന്ന ഒരു മിനുസും അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം വലിച്ചു കളയാനുള്ള പൊടിയാണ്. ഈ വെള്ളം വലിച്ചു കളയാനും ഇതിൻ്റെ ഡ്രൈ ആക്കാനും മിനുസും കൊണ്ടുവരാനും എല്ലാം സ്ട്രോങ് ആക്കാനുള്ള ഒരു പൊടിയാണ്. ഈ സംഭവമാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇടേണ്ടത്. കട്ട് ബൈ കട്ട് കറും. ഇത് സിമെൻറ്റ് കളർ പോലെ തന്നെ ഇരിക്കണം, പക്ഷേ സിമെൻറ്റ് അല്ല കേട്ടോ, എല്ലാവർക്കും തെറ്റിദ്ധരിക്കില്ല. അതായത് ഇതിൻ്റെ ടോപ്പ് ഹാർഡ്നെസ് കൂട്ടാൻ വേണ്ടി, ഇതിൻ്റെ ടോപ്പ് ഹാർഡ്നെസ് കൂട്ടാൻ വേണ്ടിയുള്ള പ്രൊഡക്റ്റ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു പോളിഷിങ് പോലെയുള്ള മെഷീൻ ഉണ്ട്, അത് അടിച്ച് ഇതിൻ്റെ വെള്ളം മുഴുവനും അവർ വലിച്ചെടുത്ത് കളഞ്ഞു കഴിയുമ്പോൾ ഈ സാധനം ഭയങ്കര ഡ്രൈ ആവും. പിന്നെ ഈ ഫ്ലോർ ഒരു കാലത്തും ക്രാക്ക് വീഴില്ല. നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. അടിപൊളി പ്രൊഡക്റ്റാണിത്. ഇത് നമ്മൾ ഫ്ലോറിലെല്ലാം ചെയ്യണം. കണ്ട
പൊടിയാണ്. ഇത് അവർ പറഞ്ഞ് വെയിൽ കൊള്ളരുത്. ഇത് 7 ദിവസം 8 ദിവസം ഈ പ്രോസസ്സ് ചെയ്ത് വെയിൽ കൊണ്ടാലും ക്രാക്ക് വീഴും. അപ്പോൾ വെയിൽ കൊള്ളാത്തോടത്താണ് ഇത് കൂടുതലും ചെയ്യുന്നത്, അതായത് ബിൽഡിങ്ങിൻ്റെ അകത്തൊക്കെയാണ്. അപ്പോൾ ആദ്യം ഇത് ചെയ്തതിന് ശേഷമാണ് അവർ വാളൊക്കെ കെട്ടണത്. എന്നാലാണ് ഇത് കറക്റ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞു. മഴ കൊള്ളരുത്, വെള്ളം വീഴരുത്. ഇനി ഇതെല്ലാം ഈ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് ഇതിന് മുകളിൽ 10 ദിവസം വെള്ളം നിർത്തുകയും ചെയ്യണം. യെസ്, ഇപ്പോൾ ഡ്രൈ ആയി മാറി നമ്മുടെ ഫ്ലോറ്. ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. എൽദോസേട്ടനാണ് കേരളത്തിലെ VDF വർക്ക് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്ന ആൾ, അങ്കമാലിക്കാരനാണ്. അപ്പോൾ ചേട്ടാ, ഞങ്ങൾ നമ്മുടെ സംശയങ്ങളൊക്കെ ചേട്ടനോട് ചോദിച്ചു തീർക്കാം. ചേട്ടാ, ഈ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ പൊടി ഉണ്ടല്ലോ, അത് എന്താണ് സാധനം? ഇത് ഒരു കാർബോണ്ട പൗഡറാണ്. നമ്മൾ ഈ ഗ്രൈൻഡ് മീലൊക്കെ ഉണ്ടാക്കുന്ന ഇതാണ്. ഇത് നമ്മൾ ഇടുന്നത് ഇതിൽ നമുക്കൊരു ഗ്രിപ്പ്, നമ്മൾ കോൺക്രീറ്റിൽ ഇത് ഫിനിഷ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഒരു സ്വല്പം ഉണ്ടെങ്കിൽ നമ്മൾ തെന്നി വീഴും. ഇതിന് നമുക്ക് ആ ഗ്രിപ്പിങ്ങും പിന്നെ ഒരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹാർഡനർ ചേർക്കുന്നത്. പിന്നെ ഇത് യൂസ് ചെയ്യുന്നതോറും ഇതിന് ഗ്ലൈസിങ് കൂടി ചേട്ടാ, ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാലല്ല നമുക്ക് ഈ ഇത് കൂടെ ട്രോളിയൊക്കെ വലിച്ചോണ്ടല്ലോ, ഹെവി ഡ്യൂട്ടി ട്രോളിയൊക്കെ ട്രോളി വലിക്കാം. നമുക്ക് മറ്റേ ഫോർക്ക് ലിഫ്റ്റ് ഇതിന്റെ മുകളിൽ കൂടെ ഓടാം, ഒരു വിഷയമില്ല. പൊട്ടണ നമ്മൾ ഗ്രൂ കട്ട് ചെയ്യണം. കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൽ കെമിക്കൽ ഫില്ല് ചെയ്യണം, എക്സ്പാൻഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നും പറഞ്ഞ് നമുക്കൊരു 90% വരെ നമുക്ക് ഇത് കൊടുക്കാം. അത് വിട്ട് കഴിഞ്ഞ് ചിലപ്പോൾ ചെറിയ എക്സ്പാൻഷൻ ഒക്കെ വരുമ്പോൾ ചെറിയ ക്രാക്ക് ഒക്കെ വീഴും. ശരി, അപ്പൊ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഇതിൽ പൊടി വരും കേട്ടോ? പൊടി ഡസ്റ്റ് ഇതിൽ പൊടി വരില്ല. ഇതിൽ പൊടി വരില്ല. നമ്മൾ ട്രോളിയൊക്കെ ഓടിച്ചാലും പൊടി വരും? പൊടി വരില്ല, ഒരിക്കലും വരില്ല. ഓക്കെ, നമുക്ക് ഏറ്റവും ആവശ്യം, നമുക്ക് ഇനി പുതിയ ഫ്ലോറിംഗ് സിസ്റ്റമാണ്, പുതിയ VDF പുതിയ ഫ്ലോറിംഗ് സിസ്റ്റമാണ്. കാരണം ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൊടി വരില്ല. ടൈൽ ഒട്ടിക്കുന്നതിന് പകരമാണ്. ഉപയോഗിക്കുന്നൊരു മിനിസം കൂടും. നമ്മൾ ഇന്ന് ഇതിൻ്റെ മുകളിൽ ഇത് എങ്ങനെ ഉപയോഗിക്കണം, ഇതിൻ്റെ ഒരു മെഷീൻ കൊണ്ടുവന്നുണ്ട്, അത് എങ്ങനെ ഉപയോഗിക്കണം ചേട്ടാ ഒന്ന് പറഞ്ഞു കൊടുത്തേട്ടാ. ഈ മെഷീൻ എങ്ങനെയൊക്കെ ചെയ്യുന്നത്, എങ്ങനെയാണ് ബ്ലേഡ് അടിക്കുന്നത്, എങ്ങനെയാണ് ഇത് ഇത്ര സ്മൂത്ത് ആക്കണേ, എത്ര നല്ല ക്വാളിറ്റി ആക്കി എടുക്കണം, എന്തൊക്കെ പ്രത്യേകതയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പറയും. വെള്ളം വലിഞ്ഞതിന് ശേഷം നമ്മൾ ഹാർഡനർ ഇപ്പോൾ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു. ഇനി നമ്മളിപ്പോൾ ഇതാണ് ഡിസ്ക് ഇട്ടിട്ട് നമ്മളിപ്പോൾ ഈ ഡിസ്ക് ഈ മെഷീനിൽ ഇടുമല്ലോ. ഈ മെഷീൻ്റെ അടിയിൽ കണ്ട നല്ല അടിപൊളി ഫാൻ പോലെ ഉണ്ട്. ഇതിനകത്താണ് ഓരോ ബ്ലേഡുകൾ ഇട്ട് കൊടുക്കണം അല്ലേ? ഇതാണ് ബ്ലേഡ്. ഈ ബ്ലേഡ് നമ്മൾ ഇതൊരു ബ്ലേഡ് അല്ലേ, 4 റൗണ്ട് 5 റൗണ്ട് ഇത് അടിച്ചതിന് ശേഷം ഈ ഡിസ്ക് മാറ്റിയതിന് ശേഷം പിന്നെ ഈ ബ്ലേഡ് ആണ് പോളിഷ് ചെയ്ത്. വേറെ എന്തെങ്കിലും ബ്ലേഡുകളുണ്ടോ മാറ്റി? ഇത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ലാസ്റ്റ് മിനിറ്റ്സ് ഒക്കെ വരുന്നത് ഇതന്നെ. ഈ 5000 സ്ക്വയർ ഫീറ്റ് ഫ്ലോർ നമുക്ക് ഏകദേശം എത്ര ടൈം വേണം ഇത് ചെയ്യാൻ? ഇതിപ്പോൾ ഏകദേശം ഒരു രാത്രി ഒരു 3 മണിയാവും 4 മണിയാവുമ്പോഴേക്കും ഫിനിഷ് ചെയ്ത്. ഏതാണ്ട് 12 മണിക്കൂർ വേണം. ഏകദേശം 3 മണിയാണ് ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ 12 മണിക്കൂർ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷ് ആക്കി ഇതിൻ്റെ അകത്തുനിന്ന് എല്ലാ വെള്ളവും വലിച്ചു കളഞ്ഞ് ഡ്രൈ ആക്കി വാക്യൂം ചെയ്ത് കളഞ്ഞ് നല്ല പുത്തുനാക്കി ഫ്ലോർ ആക്കി തരും. ഭയങ്കര ഹാർഡായിരിക്കും, ഒരിക്കലും ഡാമേജ് വരില്ല, നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ ഫാക്ടറികളിൽ അല്ലെങ്കിൽ ഫുഡ് ഫാക്ടറി അല്ലെങ്കിൽ വീടുകളെല്ലാം ഈ മെത്തേഡിലേക്ക് മാറാണ്. ചേട്ടാ, ഇതിൻ്റെ ഒപ്പം തന്നെ ഈ ടൈൽ ഇങ്ങനെ ഫ്ലോറിങ് ചെയ്തിട്ട് പോളിഷ് അടിക്കുന്ന ഒരു മെത്തേഡ് അത് ചേട്ടൻ ചെയ്യുന്നുണ്ട്? ചെയ്യുന്നുണ്ട്. അത് അല്ല, ഡയറക്റ്റ് കോൺക്രീറ്റ് പോളിഷിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെയ്ത് ഇതിന്റെ ക്യൂറിങ് കഴിഞ്ഞ് ഗ്രൂ കട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് പോളിഷിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. അല്ല, പല കളറുകൾ കിട്ടും. അത് എപ്പോക്സി അല്ല, മറ്റേ ഇതിൽ ചെയ്യുന്നത്. അത് ഞങ്ങൾ ചെയ്തിട്ട് പല സ്ഥലത്ത് ഈ സിമെന്റ് ആയിട്ട് ഇത് മിക്സ് ചെയ്യുന്ന ഇത് വരുന്ന സമയത്ത് കളർ ചേഞ്ച് ആയി പോകുന്നതുകൊണ്ട് നമ്മളത് ചെയ്യാറില്ല. സിമെന്റ് കളർ ചേഞ്ച് ആവണം. അത് ഡിഫറെന്റ് കളറുകളൊക്കെ വൈറ്റ് ഗ്രേ ഒക്കെ സിമെന്റുകൾ വന്നിട്ടുണ്ട്. റെഡ് അതൊക്കെ ഉണ്ട്. ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ വേറൊരു സ്ഥലത്ത് ചെയ്തിട്ട് ഞങ്ങൾ അത് അത്ര സക്സസ് ആയിട്ടില്ല. പിന്നെ ഞങ്ങൾ അത് വേണ്ടെന്ന്. നമുക്ക് ഇത് ഡിഫറെന്റ് കളർ ഫ്ലോറിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. സിമെന്റ് ബേസ് കളറൊക്കെ നമുക്ക് കളറിംഗ് ഇത് കിട്ടും. പക്ഷെ നമ്മളത് ചെയ്യാറില്ല. ഇത് കളർ കിട്ടുമല്ലോ, കളർ കിട്ടും. പല സൈസ് കളറുകളുണ്ട്, റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഏത് വേണമെങ്കിൽ കിട്ടും. പക്ഷെ അത് ഈ സിമെന്റ് ഇത് മിക്സ് ആവുന്ന സമയത്ത് സിമെന്റിന്റെ കളർ കൊണ്ട് കയറി വന്നോണ്ട് ഇത് കളർ മങ്ങി പോവാ. അത് കാരണം ഞങ്ങൾ അതിൽ കളർ ബേസ് വൈറ്റ് സിമെന്റ് ചെയ്യേണ്ടി വരും അല്ലേ, കോസ്റ്റ് കൂടും. ഓക്കെ, ഇതൊന്ന് ഓൺ കറോ പൈസ ഓൺ കറോ. ഈ മെഷീനിൽ നമ്മളിത് ഫിനിഷ് ചെയ്യാൻ വേണം. നമ്മൾ ശരിക്കും പണ്ട് മാർബിളൊക്കെ പോളിഷ് ചെയ്യുന്ന വേറൊരു മെത്തേഡ് കോൺക്രീറ്റ് പോളിഷ് ചെയ്യുന്ന മെഷീൻ പോലെ തന്നെയാണ്. അത് ഗ്രൈൻഡ് ചെയ്ത് ലെവലാക്കി വാട്ടർ ലെവലാക്കി നല്ല പെർഫെക്റ്റ് ആയിരിക്കണം. ഒട്ടും വെള്ളം ഉണ്ടാവില്ല, ഭയങ്കര ഹാർഡായിരിക്കും. പക്ഷെ നാളെ രാവിലെയാണ് നമ്മളിത് 24 hours വർക്ക് ചെയ്യുന്നത്. നാളെ രാവിലെയാണ് നമുക്ക് ഇതൊക്കെ ഫിനിഷായി കിട്ടുള്ളൂ മിക്കാറും അല്ലേ, ഫിനിഷിങ് കൂടുന്നത് അല്ലേ.
ഇപ്പം നമുക്ക് ഏകദേശം ഇത് ഹാർഡനറാണ്. ഇതിന് മുകളിൽ ഇടുമ്പോൾ വെള്ളമെല്ലാം വലിച്ചെടുത്ത് ഡ്രൈ ആക്കി മെഷീൻ അടിച്ച് എല്ലാം ലെവൽ ചെയ്യണമെങ്കിൽ ഏകദേശം നമുക്കൊരു 16 രൂപ ലേബറും കോസ്റ്റ് അടക്കം വരുള്ളൂ. കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം, വളരെ നിർബന്ധമാണ്. കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ ചെയ്യണം. അപ്പോൾ നമുക്കൊരു 16 രൂപ ഈ കോസ്റ്റ് തീരും. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് വെയർ ഹൗസ് ചെയ്യുമ്പോൾ എല്ലാം നമുക്കൊരു ബെനിഫിറ്റ് ആയിരിക്കും. ഒരിക്കലും ക്രാക്ക് വരില്ല, ഡാമേജ് പോലെ ട്രോളി കൊണ്ടുപോകാം, പിന്നെ ഹൈജീൻ ആയിരിക്കും, പൊടി വരില്ല. നമുക്ക് ടൈലിനേക്കാൾ കോസ്റ്റ് കുറവായിരിക്കും. മാത്രമല്ല നമുക്ക് വലിയ ഹൈ വണ്ടി എല്ലാം കയറ്റാം, ടോറസ് വരെ കയറ്റാം. ഭാരത് ബെൻസ് ഷോറൂം ഒക്കെ ചെയ്യുന്നത് അത് തന്നെയാണ്. എല്ലാ ഷോറൂമും ഫാക്ടറി പോലൊക്കെ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് അങ്ങനെയുള്ള പർപ്പസിലുണ്ട്. നമുക്ക് വീടുകളും ചെയ്യാം ഹെവി മെഷീൻ ഉണ്ട്. ഇത് ഹെവി മെഷീൻ ഉണ്ട്. അത് നമ്മൾ ഈ വലിയ ഏരിയ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവരില്ല, വലിയ മെഷീൻ കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്യുന്ന മെത്തേഡ് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ ഓ ഈ മെത്തേഡൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് എത്ര നാളായി? നമ്മുടെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 20 വർഷത്തിൻ്റെ അടുത്തായി. പക്ഷെ പോപ്പുലർ ആയതൊക്കെ ഇപ്പോഴാണ് എല്ലാവരും ഇപ്പോഴാണ് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത്. ഒരു 5 വർഷം 6 വർഷമായിട്ടുള്ളൂ കൂടുതൽ ആളുകൾ ഇതിലേക്ക് ഇറങ്ങി തുടങ്ങിയത്. വേറെ ബ്ലേഡ് മാറ്റിയിടുമോ? ഇല്ലില്ല, നമുക്ക് ആ ബ്ലേഡിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. ഇത് കമ്പി കെട്ടി കോൺക്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സേഫ് ആവില്ല അല്ലേട്ടാ? കമ്പി കെട്ടാണ്ട് ചെയ്യാം. നമുക്ക് മിനിമം ഒരു 10 സെന്റ് തിക്നെസ് മതി. കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ചെയ്യാനേ പറ്റുള്ളൂ അല്ലേ? അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെ വീണ്ടും 5 സെന്റ് തിക്നെസ്സിൽ മാതി സെറ്റ് ചെയ്തിട്ട് വെക്കാനേ പറ്റുള്ളൂ. അതായത് മാതി വീണ്ടും പരിക്കനല്ല, ബേബി മെറ്റലിട്ട് കോൺക്രീറ്റ് ഇടാം, അതിൽ ചെയ്യാം. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് പഴയ ഫ്ലോറിൽ ചെയ്യാം. അതിന് മുകളിൽ 5 mm തിക്നെസ്സിൽ അല്ലേ? എത്ര mm? 5 സെന്റ് തിക്നെസ്സിൽ നമ്മൾ ചെയ്യണം. 5 സെന്റ് തിക്നെസ്സിൽ കോൺക്രീറ്റ് മുകളിൽ ചെയ്ത് നമുക്ക് ഈ വർക്ക് ചെയ്യാവുന്നതാണ്. യെസ്, അപ്പോൾ ഡേവിഡ് ചേട്ടൻ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പഴയ ഫ്ലോറിന് ചെയ്യാം, പുതിയ ഫ്ലോറിന് ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്യണം. കണ്ടമാനം മെത്തേഡ്. ഇനി ഫ്ലോറിങ് ഈ മെഷീൻ അടിച്ചിട്ടുള്ള കണ്ടമാനം പുതിയ മെത്തേഡ്സുകൾ ഇനിയിപ്പോൾ വരുന്നുണ്ട്. ഫ്ലോറിങ്ങിൻ്റെ പുതിയ സൊല്യൂഷനാണ് ഇതൊക്കെ വരുന്നത്. ഇനി അടുത്ത നമ്മളിതൊക്കെ ഇത്ര നാളും വലിയ ഫാക്ടറികളിലും ഇൻഡസ്ട്രിയൽ പർപ്പസിനാണ്. ഇപ്പം ഇനി വീടുകളിലേക്ക് വരേണ്ടത്. ഇതിൻ്റെ പോളിഷിങ്, സിമെൻറ്റ് ഡിഫറെൻറ്റ് കളറ്, നീല, ചുമപ്പ, പച്ച കളറിലൊക്കെ പല ഓൾഡ് ഫാഷനൊക്കെ ആയിട്ട് വീണ്ടും ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. എന്തായാലും ഡേവിഡ് ചേട്ടാ നല്ലൊരു ഐഡിയ ആണ് ഞങ്ങളുടെ ചാനലിന് വേണ്ടി തന്നത്. ഇപ്പോൾ വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ അടുത്ത നമുക്ക് പ്രോഗ്രാമിൽ വീണ്ടും ബന്ധപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ രാത്രി വരെ ഇത് പ്രൊഡക്ഷൻ ചെയ്യാണ്, രാത്രി വരെ ഇത് പോളിഷ് ചെയ്യണം. നമുക്ക് ഇനി നാളെ രാവിലെ ഇതിൻ്റെ ബാക്കി ഇതിൻ്റെ ഫിനിഷിങ് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, യെസ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ രാത്രി മൊത്തം ഇത് പോളിഷ് ചെയ്ത് ഫിനിഷ് ചെയ്യണ്ട, നല്ല പെർഫെക്റ്റ് ആയിട്ട് കണ്ട ഹാർഡ്നെസ് കൂട്ടി. ഇതിൻ്റെ മുകളിൽ ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ, ട്രോളി, ഫോർക്ക് ലിഫ്റ്റ് എന്ത് പോയാലും ഇതിൽ ഡാമേജ് വരില്ല, ക്രാക്ക് വരില്ല, 100% ഇനി ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യാൻ ഇതിനകത്ത് ഗ്രൂയിങ് ഇടാൻ. അതായത് ഒരു 10 അടി സൈസിൽ കട്ട് ചെയ്ത് ഗ്രൂയിങ് ഇടണം. അപ്പോൾ അതോടെ ഇത് ഫിനിഷായി നല്ല. ഇനി നമുക്ക് വേണമെങ്കിൽ പോളിഷ് ചെയ്യാം, എപ്പോക്സി കോട്ടിങ് ചെയ്യാം, ഡിഫറെൻറ്റ് കുറേ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് വിട്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി കിട്ടുന്നതാണ്. ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനേക്കാൾ നല്ല പരിപാടിയായിട്ട് എത്ര പെട്ടെന്ന് വരുന്ന പ്രതീക്ഷയുണ്ട്. ഇന്ന് ഇവിടെ പറയുന്നു. നന്ദി, നമസ്കാരം.